ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു വരയും സൊറയും. ഇന്ന് ഇന്നല്ല, ഈ വീഡിയോ വരച്ച ദിവസം ഞാനും എൻ്റെ ഭാര്യയും കട്ടടിയായിരുന്നു. അവൾ പറഞ്ഞു, എടാ നമുക്കൊരു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ അല്ലേ നമുക്ക് ചില്ലായിട്ട് ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ ചില്ലായി കോസി എവിടെ ഇരിക്കാമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല, സംഭവം യൂട്യൂബിൽ ശരിയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ശരിയാണ്, എനിക്കൊരു 7-8 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ യൂട്യൂബിൽ എനിക്ക് 24 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും എനിക്ക് വീഡിയോ ഇടണം, അപ്പോൾ എനിക്ക് വരച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കട്ടൻ റേറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് വിഷമിച്ച് എൻ്റെ ഭാര്യ പറഞ്ഞു, ഓക്കെ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീ നിൻ്റെ പെയിൻറ്റിങ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചോ. അപ്പോൾ നിനക്കും ടി വി കാണാം, എനിക്കും ടി വി കാണാം. അങ്ങനെയുള്ള രീതിയിൽ നമുക്കൊരു ഡേറ്റ് നൈറ്റ് പോലെ ആക്കാം എന്ന് പറഞ്ഞതായിരുന്നു ഫസ്റ്റ് വീഡിയോ. പിന്നെ രണ്ടാമത്തെ വീഡിയോ ആയപ്പോഴത്തേക്കും എനിക്ക് ഈ ആനേനെ ഇനി എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു ഡൗട്ട്. കാരണം ഞാൻ ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഇടയ്ക്കൊരു ചെളി കളറ്, ഇടയ്ക്കൊരു ചന്ദന കളറ്, ഇടയ്ക്കൊരു ആഷ് കളറ്, ഇങ്ങനെ പല കളറും ഇട്ട് നോക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ റെഫറൻസ് ഇമേജിൽ ഉണ്ടായിരുന്ന ആന എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനൊരു ചെളിന്നങ്ങ് എണീറ്റ് വന്നതാണ്. അപ്പം ഒരു കറുപ്പുമുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഒരു ചെളി പുരണ്ടൊരു രൂപമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡിങ് ആൻഡ് കളർ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ലൈക്ക് കുറച്ച് ചാലഞ്ചിങ് എനിക്ക് തോന്നുന്നുണ്ട് ഈ സംഭവം. അതാണ് നമ്മളിനി ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള ഈ ആനക്കൊട്ടനെ നമ്മളെങ്ങനെ വരച്ച് തീർക്കുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളിനി ബാക്കിയുള്ള വീഡിയോസിൽ കാണാൻ പോകുന്നത്. അപ്പം അത് ഞാൻ ഇങ്ങനെ കളറ് മിക്സ് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ച് കുറേ ട്രൈ ചെയ്തു. പക്ഷേ റൈറ്റ് നൗ ഞാനിപ്പോൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ആഷ് ഓർ കറുപ്പ് ബേസ് കൊടുത്തിട്ട് പിന്നെ ചെളി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.